കുത്തിച്ചാടുന്നേ കണ്ടോടാ 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 ഒരാളെ അയക്കാൻ കണ്ടോടാ ഒരാളെ അയക്കാൻ കണ്ടോടാ ഒരാളെ അയക്കാൻ ഒരാളെ അയക്കാൻ ഒരാളെ അയക്കാൻ സിന്ദാബാദ് 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 തടയാതെയുള്ള മുദ്രാവാക്യം അല്പം ഇടത് സൈഡിലേക്ക് മാറി നിൽക്കണം. ഇടത് സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് കോട്ടയത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേഷ് അവരുടെ സ്വകാര്യ വ്യവസായം ഇന്നുവരെ ഇല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മളെ ഒരു പരിധി വരെ നമ്മള് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സ്ഥിതിയിലാണ്. നമുക്ക് നിർത്തിവെക്കാനും വരാം, നടത്തിക്കൊണ്ടു പോകാനും വരാം. അത്ര മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സ്വകാര്യ വ്യവസായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ആവശ്യം കഴിഞ്ഞ 15-ാം തീയതി ജൂൺ 15-ാം തീയതി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC ഓർഡിനറി ബസ്സുകൾ പ്രഖ്യാപിച്ചപ്പോൾ മുതലേ ഓരോ ദിവസവും നമ്മുടെ ബസ്സുകളുടെ വരുമാനം കുറഞ്ഞു വരികയാണ്. ഈ രീതിയിൽ നമുക്ക് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഈ സ്ത്രീ സൗജന്യ യാത്ര കൊണ്ട് ബസ് വിനിയോഗിക്കുന്ന ബസ്സുകളാണ് കോട്ടയം ജില്ലയിലുള്ളത്. നമ്മുടെ ഉടമകൾക്കും തൊഴിലാളികൾക്കും അവരുടെ തൊഴിലാളികൾക്കും തൊഴിൽ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ശക്തമായി പ്രതിഷേധിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് ഇന്നിപ്പം ഇവിടെ ഒരു ദിവസം ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് നമ്മുടെ ബസ്സുടമകളും തൊഴിലാളികളും സംയുക്തമായി ഇവിടെ ഈ കളക്ടറേറ്റ് മുമ്പിലേക്ക് മാർച്ച് നടത്താനും ധർണ്ണ നടത്താനും തയ്യാറായിരിക്കുന്നത്. നമ്മുടെ ശബ്ദം സർക്കാരിന്റെ ജോലിയിൽ എത്തണം. നമ്മളോടൊപ്പം ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലും ബസ്സുകൾ നിർത്തിവെച്ച് അവർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണ്ണയും നടത്തുകയാണ്. സ്ത്രീ സൗജന്യ യാത്ര പ്രിയദർശിനി പദ്ധതി മൂലം നമ്മൾക്കുണ്ടായ നഷ്ടം എങ്ങനെയാണെന്ന് സർക്കാരിലേക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഈ സൂചനാ സമരം സംഘടിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ച് ഇത് എന്തുമാത്രം നഷ്ടമുണ്ട് എന്ന് ഞങ്ങളെ കഴിഞ്ഞും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തൊഴിലാളി എന്ന നിലയിൽ നിങ്ങളാണ് ഞങ്ങളുടെ വണ്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത്. രാവിലെ വണ്ടി തന്നുവിട്ടാൽ പിന്നെ വണ്ടിയുടെ മുതലാളി നിങ്ങളാണ്. വൈകിട്ട് കൊണ്ട് തിരിച്ച് ഷീറ്റ് കൊണ്ട് തരുമ്പോൾ ആ ഷീറ്റിൽ എന്തെങ്കിലും ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. 500 മുതൽ 3000 രൂപ വരെയുള്ള കുറവുള്ള ഒരു സാഹചര്യത്തിൽ ഇത് സർക്കാരിനെ ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങളോടൊപ്പം നിങ്ങൾ മടിചേർന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരും പറഞ്ഞ് ഒരു ക്ഷേമപ്രവർത്തനം ചെയ്യുന്നതിൽ നമ്മൾ ആരും എതിരല്ല. പ്രിയമുള്ളവരെ, ഈ കളക്ടറേറ്റിലേക്ക് 2 ബസ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വരുന്നത്. അത് മുഴുവൻ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ നിന്ന് ക്ഷേമപ്രവർത്തനം നടത്തുമ്പോൾ അർഹതപ്പെടുന്നവർക്ക് കൊടുക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. എല്ലാ രാജ്യത്തിന്റെയും പുരോഗതി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ വ്യവസായത്തിലൂടെയാണ്. ചെറുതും വലുതുമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ച്
ഗവൺമെന്റ് തലത്തിൽ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ നാട്ടിലെയും ആളുകളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വികസനം എന്ന് പറയുക. നമുക്കറിയാം, ജനത്തിന് പോലും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യവസായമാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ. നിസ്സാരമായ കണക്കുകളിലൂടെ നമ്മൾ പരിശോധിച്ചാൽ 10,000 ബസ്സുകൾ കൂട്ടിയാൽ പോലും 5,000 കോടി രൂപയുടെ ഈ കേരളത്തിന്റെ നിരത്തിൽ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ സുഗമമായ പൊതുഗതാഗതത്തെ പുകഴ്ത്തി കൊടുക്കുകയാണ്. KSRTC എന്ന് പറയുന്ന വെള്ളാനിക്ക് ഓരോ വർഷവും കോടാനുകോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും എടുത്തുകൊടുത്ത് സർവീസ് നടത്തുമ്പോൾ ഒരു പ്രൈവറ്റ് 45 ലക്ഷം രൂപയോളം മുതൽ കൊടുക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ കഷ്ടപ്പെടുന്ന രീതിയിൽ